നമ്മുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചൊന്നും വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇതൊക്കെ നേരിടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഇത് നമുക്ക് ഇത്രയധികം ജനസംഖ്യയുള്ള 150 കോടിക്ക് അടുപ്പിച്ച് ജനസംഖ്യയുള്ള സ്ഥലത്ത് എല്ലായിടത്തും നമ്മുടെ എല്ലാം എത്താൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. ഇത് മൊസാദിൻ്റെ തന്നെ ഒരു ആപ്തവാക്യമുണ്ട്. അതായത് ഞങ്ങൾ 100 തവണ ഞങ്ങൾ 1000 തവണ ഒരാളെ ഒരു അപകടം മുൻകൂട്ടി കണ്ട് ട്രേസ് ചെയ്തു എന്നുള്ളതിൽ ഒരു വിലയുമില്ല. 1001ാമതൊരു സംഭവം നടക്കുമ്പോഴാണ് ഞങ്ങളുടെ വിലയില്ലാതാകുന്നതെന്ന്. അപ്പോൾ അവർ 1000 തവണ ഇതുപോലത്തെ പല കേസുകളും നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടുപിടിച്ചിട്ട് കാണും. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ ഒരു 2-3 വർഷത്തെ സമയമെടുത്തു. കാരണം ഇതൊരു വ്ളോഗറാണ്, ഒരു സ്ത്രീയാണ് എന്നുള്ള നിലയ്ക്കൊക്കെ വിട്ട് കളഞ്ഞതായിരിക്കാം. അപ്പോൾ അത് പിന്നീട് അത് ലാപ്സായി വന്നു എന്നുള്ളത് ഒരു അലാമിങ് വിഷയം തന്നെയാണ്. തീർച്ചയായും വ്ളോഗർമാർ, എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസർമാർ, അവർക്കൊക്കെ തന്നെ പലപ്പോഴും ചിലരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അത് നിയന്ത്രണം വേണം, അല്ലെങ്കിൽ അവർ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടണം. അവരെവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ആരെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇത് എവിടേക്ക് കൈമാറുന്നു, അതെ ആർക്ക് കൈമാറുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്താൽ മതി, ലോകത്തിരുന്ന് എവിടെയും കാണാം. തീർച്ചയായിട്ടും കാണാം. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിനൊരു കാര്യമുണ്ട്. കാരണം ചില സെക്യൂരിറ്റി ത്രെട്ടുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ തന്നെ അപ്പോൾ ഇൻ്റലിജൻസ് തന്നെ അത് അപ്പോൾ പിടിക്കുകയും സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതങ്ങനെയല്ല. അത്തരത്തിലുള്ള സാധനങ്ങൾ ഇവർ എഡിറ്റ് ചെയ്ത് മാറ്റി അവർ പബ്ലിക്കിന് കാണാൻ പറ്റുന്നത് പുറത്ത് കൊടുക്കുകയും പബ്ലിക്ക് കാണാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ളതോ അവർ ISIക്ക് കൈമാറുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തമായും മനസ്സിലാക്കുന്നത്. അത് ഏതൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെയാണ് അവർ അയച്ചിരിക്കുന്നത് എന്ന് റിട്രീവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.